ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് കോൺട്രാക്ട് ബേസിസിൽ ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിക്ക് കീഴിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഒരു വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. 4 വർഷം എക്സ്റ്റെൻഡബിൾ ആയിട്ട് ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥിയുടെ പെർഫോമൻസ് അനുസരിച്ചും പ്രൊജക്ട് റിക്വയർമെൻറ്റിനനുസരിച്ചും ആയിരിക്കും 4 വർഷത്തെ എക്സ്റ്റെൻഡബിൾ പീരീഡ് ലഭിക്കുന്നുണ്ടായിരിക്കുക. ഇതിലേക്ക് വന്നുള്ള പോസ്റ്റുകൾ പരിശോധിച്ചാൽ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന പോസ്റ്റാണ് ആദ്യം വന്നിട്ടുള്ളത്. പ്രൊജക്ട് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് BE or BTech ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ക്വാളിഫിക്കേഷനിൽ 60% മാർക്കുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പോസ്റ്റിലേക്ക് പറയുന്നുണ്ട്. 33 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. 40,000 രൂപയാണ് പ്രൊജക്ട് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് ആദ്യത്തെ വർഷം സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക. രണ്ടാമത്തെ വർഷം 45,000 രൂപയും 3-ാമത്തെ വർഷം 50,000 രൂപയും 4-ാമത്തെ വർഷം 55,000 രൂപയുമാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത്. 6 മാസം കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് 8,400 രൂപ അലവൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ ഓഫീസർ എന്ന പോസ്റ്റാണ്. ഇതിലേക്കും ഏതെങ്കിലും വിഷയത്തിലുള്ള BE or BTech തന്നെയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 60% മാർക്ക് ഇതിലേക്കും ആവശ്യമാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുക. 25,000 രൂപയായിരിക്കും ആദ്യത്തെ വർഷം മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത്. രണ്ടാമത്തെ വർഷം 28,000 രൂപയും 3-ാമത്തെയും 4-ാമത്തെയും വർഷം 31,000 രൂപയുമാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുക. ഇനി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് 60% മാർക്കോട് കൂടിയ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 5 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ ആവശ്യമാണ്. 35 വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. 24,804 രൂപയാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക. അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്കും 60% മാർക്കോട് കൂടിയ ഡിപ്ലോമ തന്നെയാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത്. 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. 24,804 രൂപ തന്നെയാണ് ഇതിൻ്റെയും മാസം സാലറി വരുന്നത്. സീനിയർ ആർട്ടിസൻ എന്ന പോസ്റ്റിലേക്ക് ITI പാസ്സാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പോസ്റ്റിലേക്ക് പറയുന്നുണ്ട്. 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. 22,718 രൂപയാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നത്. സാലറി സ്കെയിൽ ഓരോ 6 മാസത്തിലും റിവൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനനുസരിച്ച് സാലറിയിൽ മാറ്റം വരുന്നതായിരിക്കും. സാലറിക്ക് പുറമെ കമ്പനി PF, TA, മെഡിക്കൽ ഇൻഷുറൻസ്, പെയ്ഡ് ലീവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നൽകുന്നതാണ്. ഇനി റിലാക്സേഷൻ നോക്കിക്കഴിഞ്ഞാൽ SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എക്സാം ഒന്നും തന്നെ വരുന്നില്ല. ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ECILൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.ecil.co.in എന്ന വെബ്സൈറ്റിൽ ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആണ്. ഇത് ഫില്ല് ചെയ്ത് കൂടെ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ എല്ലാ ഒറിജിനലും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയുമായിട്ട് 9 മണി മുതൽ 11:30 വരെ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. സോൺ വൈസിലുള്ള ഇൻ്റർവ്യൂയുടെ ഡേറ്റും സ്ഥലവും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. സൗത്ത് സോണിൽ 2 ഡേറ്റിൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ചെന്നൈ സൗത്ത് സോണിൽ 4/3/2025 ഇൻ്റർവ്യൂ നടക്കുന്നത്. സമയം മുകളിൽ പറഞ്ഞിട്ടുള്ള 9 മണി മുതൽ 11:30 വരെ ആയിരിക്കും. ബംഗളൂരു സൗത്ത് സോണിലാണെങ്കിൽ 6/3/2025 ഇൻ്റർവ്യൂ നടക്കുന്നത്. സമയം സെയിം തന്നെ ആയിരിക്കും. ചെന്നൈയിലും ബംഗളൂരിലും എക്സാം നടക്കുന്ന എക്സാം വെന്യൂവും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ വരുന്നതിലുള്ള മാർക്കും എക്സ്പീരിയൻസിന് കിട്ടുന്ന മാർക്കും പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ ലഭിക്കുന്ന മാർക്കും കൂടിയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ ITI, ഡിപ്ലോമ, BE or BTech യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നതിന് നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ. അപ്ലൈ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ പറഞ്ഞ ഡേറ്റിലുള്ള ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കേണ്ടതാണ്. എക്സാം ഒന്നും കൂടാതെ ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.